ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സണായിട്ട് അധികാരത്തിൽ വരികയാണ്. അതിന്റെ 2 ദിവസം മുമ്പ് ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് പോകും. ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ പോയൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മാട്ടുമ്മൽ സലീമിനോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്നതാണ്. ഇന്നും അങ്ങനെ തന്നെ പോകും, നാളെ ഇതേ ഗ്രാമത്തിൽ തന്നെ പോകും. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം. ഔദ്യോഗിക വാഹനത്തിൽ ഡീസൽ അടിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുവാനായി വിളിച്ചു ചേർത്ത മാധ്യമ സംഗമത്തിലാണ് പത്മിനി ഗോപിനാഥിനെതിരെ ആരോപണങ്ങളുമായി മാട്ടുമ്മൽ സലീം രംഗത്തു വന്നത്. 2015-20 ഭരണകാലയളവിൽ വനിതാ ഘടക പദ്ധതിയുടെ പേരിൽ വീട്ടുസാധനങ്ങൾ കടത്തിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളാണ് ചെയർപേഴ്സണായി ഇപ്പോൾ തനിക്കെതിരെ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഇത്തരത്തിൽ അന്വേഷണം നേരിടുന്നയാളുടെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരിചയസമ്പന്നരല്ലാത്തവരെ ഇപ്പോൾ നിർത്തേണ്ടി വന്നതെന്നും മാട്ടുമ്മൽ സലീം മാധ്യമ സംഗമത്തിൽ പറഞ്ഞു. ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടുന്ന് ഒരു മൊഴി കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയപ്പോൾ പാലോളി അടക്കമുള്ള കൗൺസിലാണ് ഈ കൂടുന്നത്. ഐക്യകണ്ഠേന ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസുണ്ട്. അപ്പൊ അന്ന് പാലോളി പറഞ്ഞത് ഇതൊരു എന്താ പറയുക ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടാവും. ശ്രദ്ധക്കുറവ് എന്നല്ല ഞങ്ങളെല്ലാവരും പറഞ്ഞു, കട്ടുകൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് ആ കൗൺസിൽ അവിടെ തീരുമാനമെടുത്ത് വിജിലൻസിന് കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിൽ UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സൺ ആരാകുമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരു സംശയത്തിന്റെ നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഈ സ്ത്രീനെ ചെയർപേഴ്സൺ ആക്കണത് അന്ന് രാത്രിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്, എനിക്കറിയില്ല ആ രീതിയിൽ. പക്ഷേ അതിന്റെ 2 ദിവസം മുമ്പ് എൻ്റെ അറിവിൽ ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് വന്നു. ഇത്തരത്തില് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സണായിട്ട് അധികാരത്തിൽ വരികയാണ്. ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പല ആളുകളും കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളുകൾ ഇവരുടെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു പരിചയസമ്പന്നത ഇല്ലാത്ത പല ആളുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകളായിട്ട് വന്നിട്ടുള്ളത്. നഗരസഭയുടെ മുഴുവൻ വാഹനങ്ങളിലും ഡീസൽ അടിച്ചതിന്റെ കണക്കുകളാണ് ഇപ്പോൾ മുൻ ചെയർമാന്റെ പേരിൽ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഡീസൽ അടിക്കുന്നതും ബില്ല് കൈമാറുന്നതും ഉദ്യോഗസ്ഥരാണെന്നും ഇതിൽ കാലതാമസം വരുന്നത് സ്വാഭാവിക നടപടികൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമാണെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഇതിന്റെ പേരിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് വാർത്ത സൃഷ്ടിക്കുവാനാണ് ഈ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ആ ചെയർപേഴ്സണാണ് ഇതിൽ നിന്നൊക്കെ തടയിടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മേലെ വരുന്ന ഒരു വലിയൊരു ഭാരമുണ്ട്, അല്ലെങ്കിൽ ഈ സമൂഹം അറിയപ്പെടുന്ന സാധനമുണ്ട്. അതിലാണ് ഈ പറഞ്ഞ കുടിശ്ശിക. ഇത് മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ്റെ വണ്ടിയിൽ അടിച്ചാലട്ടെ, കാരണം അവർ പോകുമ്പോൾ മുനിസിപ്പാലിറ്റിയിലില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ആ പറമ്പരങ്കാളെ പോലത്തെ ട്രാക്ടറാണ് ഉള്ളത്. ഇന്നിപ്പോൾ അവിടെ ഏതൊരു 10-18 വണ്ടികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതും അല്ലാതെ പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതൊക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ഇതെല്ലാം ഡീസൽ അടിച്ചാണ് ഈ പൈസ. ഈ ഡീസൽ അടിക്കുന്ന പൈസ എങ്ങനെയാ? 50,000 അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ ആകുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളെ പെട്രോൾ പമ്പുകാർ ബില്ല് കൊടുക്കുന്നത് അനുസരിച്ച് പാസ്സാക്കിയിട്ടാണ് പോവുക. 50,000 താഴെയാണെങ്കിൽ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റും. 50,000 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് പിന്നെ അത് കൗൺസിൽ പാസ്സാക്കി പോകണം. ഇപ്പം നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊസീജിയർ ഇല്ലല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരല്ല. അതുകൊണ്ടുള്ളൊരു കുടിശ്ശികയാണ്. എന്നാൽ ഞാൻ അതും സമ്മതിക്കാം, ഞാൻ അവർ കുടിശ്ശിക ഉണ്ടായിട്ട് ഭരണം ഏറ്റെടുത്തില്ല, ആയിക്കോട്ടെ. വേറെ എന്തൊക്കെ കുടിശ്ശിക ഉണ്ട് അവിടെ? വേറെന്തൊക്കെ കുടിശ്ശിക ഉണ്ട്?
എത്രയോ ആളുകൾക്ക് നമ്മൾ 4ാമത്തെ ഗഡു കൊടുക്കേണ്ടത്. അതൊക്കെ പറയും ലൈഫ് ഭവന പദ്ധതിയിൽ 4ാമത്തെ ഗഡു നേരം വെക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അതിന് ആൾക്കാർക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോയി ആളുകളുടെ ഇടയിൽ ഭയങ്കര എന്താ പറയുക, പിന്നെ ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്ത് വരുന്നത്. ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ പോയൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങോട്ട് കുറേ മുമ്പ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും പറയേണ്ടി വരും. ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ തന്നെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പഴയകാലം മുതലുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്നും മാട്ടുമ്മൽ സലീം മാധ്യമ സംഗമത്തിൽ തുറന്നടിച്ചു. അപ്പോൾ എനിക്ക് ചെയർപേഴ്സണോട് പറയാനുള്ളത്, ചെയർപേഴ്സണ് അളന്ന കുറേ ആളുകളുണ്ടാവും ഇവിടെ. അങ്ങനെ അളക്കാൻ പറ്റിയ സലീം അല്ല മാട്ടുമ്മൽ സലീം. 1 ലക്ഷത്തിനോ 2 ലക്ഷത്തിനോ ഡീസൽ അടിച്ചാലോ വണ്ടി എടുത്താലോ മാട്ടുമ്മൽ സലീം ചെറുപ്പകാലം മുതൽ തന്നെ വണ്ടിയിൽ ഡ്രൈവർ വെച്ച് പോകുന്ന ആളാണ്. ഇന്നും അങ്ങനെ തന്നെ പോവും, നാളെ ഇതേ ഗ്ലാമർ തന്നെ പോകും. അതുകൊണ്ട് ചെയർപേഴ്സൺ മനസ്സിലാക്കേണ്ടത്, ആര്യാണ ചൗക്കത്തിൻ്റെ മുട്ട് കണ്ടിട്ടോ VS ജോയിൻ്റെ മുട്ട് കണ്ടിട്ടോ മാട്ടുമ്മൽ സലീമിനോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്ന അതിൻ്റെ അടിത്തറ മാന്തി ഞാനെന്നുള്ള പറയുന്നത്. ചെയർപേഴ്സൻ്റെ കക്കും കരടും മാന്തിയിട്ടേ മാട്ടുമ്മൽ സലീമോട് മാറിക്കൊള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഞാൻ കണ്ടത്.